അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടാ എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടാ. ഒരാളെ എടാ കണ്ണാ, നിന്നെക്കാട്ടിയും വേറെ ഗെയിം കളിക്കാത്ത ഒരുത്തന്നെ ഇപ്പൊ ലൈവ് വന്നിട്ട് എന്തിനാണ് ഇടാൻ പോണേ നോക്കട്ടെ. ചത്രൻ അറിയാതെ പോടാ. ഇന്നലെ ഗൈസ്, ഇന്നലെ എന്റെ അടുത്ത് മുച്ചിരിയാണെങ്കിൽ വന്നിട്ട് പറഞ്ഞ് ഗോകു ബാനാണ് എന്റേത്, മാറുന്നില്ല. അവർക്ക് ഭയങ്കര അഹങ്കാരം. എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ല തിരിച്ച് അൺബാൻ ആവാൻ, വലിയ ആഗ്രഹമൊന്നും ഇല്ല. എനിക്ക് എന്റെ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ന് ബാൻ ഇത് സെർവറിന്റെ ഇഷ്യൂ കാരണം കഴിഞ്ഞപ്പോ വന്നിട്ട് അണ്ണാ ആ ബാൻ ഒന്ന് മാറ്റി തരാൻ പറ്റുമെന്നൊന്ന് ട്രൈ ചെയ്യുമോ? മുച്ചിരി മുച്ചിരി കിട്ടിയത് അളിയ റോസ്റ്റാറിനെ വിളിക്കണം കേട്ടോ, ഇപ്പൊ ശരിയാക്കി തരും. ഇനി നമ്മുടെ പുതിയ സെറ്റപ്പ്, പുതിയ വൈബ്. ഇവ എവിടെ ഇവ എന്താ പിച്ചും പേയും പറയണേ. ഹലോ, എല്ലാം സെറ്റ് ആയിട്ട് ഇവനെ പോയി എടാ ഭീമൻജി ഡോൺ ചേട്ടൻ ഇപ്പൊ വരും. ഡോൺ ചേട്ടൻ ഇപ്പൊ വരും. ഡീമൻ ഇപ്പൊ വരും. ഭീമൻജി ഒരു ദിവസം കളിക്കണം, മാറ്റണം. നല്ല രസമാണ്. നിന്റെ ഉണ്ടോ? എന്റെ ഭീമൻജി ഉണ്ട്, എല്ലാം ഉണ്ട്, എന്റെ എല്ലാം ഉണ്ട്. വൈബിന് വേണ്ടി കളിക്കാം. മറ്റേതിലും ഉണ്ട് മാറ്റണം, ഓഫ് റോഡിങ്. എടാ ബോസ് അണ്ണനെ നിങ്ങൾ വിളിക്ക്. ബോസ് അണ്ണനെ നിൽക്കും അവനടുത്ത്, അവൻ RDR കളിക്കാൻ വേണ്ടി നിക്കുക. അപ്പൊ അവനെ ഞാൻ വിളിച്ചു വരുത്തിയ എങ്ങനെ ഇരിക്കും? ആശും വരുന്നുണ്ട് ചിലപ്പോ. ആശും വരുന്നു, ചന്ദ്രനെ വിളിച്ചു നോക്കാം. ലൈവില് മെസ്സേജ് അയച്ചായിരുന്നു കാസ്ട്രോ, ലൈവില് മെസ്സേജ് അയച്ചായിരുന്നു. അയ്യോ, കാസ്ട്രോ വെൽക്കം ടു ദ സ്ട്രീം. കാസ്ട്രോ എന്താ പറഞ്ഞേ? കാണുന്നില്ല. എടാ നിങ്ങൾ ആരും മോഡ് ആരും പിന്നെ എന്താ ഞാൻ കണ്ടില്ല. ആ 2 days ഇല്ലെന്നാ, 2 days ഇല്ലെന്നോ നാട്ടിലാണെന്ന്. നാട്ടിലില്ലെന്ന്, നാട്ടിൽ നിന്ന് പുറത്തു പോകണമെന്നല്ലേ പറഞ്ഞു. പിൻ ചെയ്തായിരുന്നാ? കണ്ടില്ല, ഞാൻ കണ്ടില്ല. സോറി. ഓക്കെ. എല്ലാരും ഇപ്പൊ വരും. നമുക്ക് ഫോഴ്സ കുറച്ച് നേരം കളിച്ചിട്ടൊക്കെ നമുക്ക് RDR കയറാം. രാത്രി RDR കയറിയാലേ അവിടെ ആൾക്കാർ കൊണ്ടു, മനസ്സിലായില്ലേ? അണ്ണനോട് പറയാ RDR ഈഗിള് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നെ അവൻ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നതിന്റെ കാര്യത്തിലൊക്കെ പോയത്. നിങ്ങൾ ബ്ലോഗ് കണ്ടില്ലെങ്കിൽ ഇപ്പൊ ബ്ലോഗ് കാണാ ഈഗിളിന്റെ. അളിയാ ഈ കുഞ്ഞ് ചാനലൊന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഈഗിൾ ഗെയിമിംഗ് യൂട്യൂബിലാണ്, വ്ളോഗ് ഉണ്ട്. അളിയാ നീ വലിയ ആളാവുമ്പോ എന്നെ പറയുള്ളൂ. പറഞ്ഞായിരുന്നു ഫണ്ടിങ്ങനെ പറഞ്ഞായിരുന്നു, ഓർമ്മയിട്ടോ? ഇത് ബ്ലൂ ഷിഫ്റ്റർ അല്ലേ? ഈഗിളെ ബ്ലൂ ഷിഫ്റ്റർ വ്ളോഗിലുണ്ട്. അല്ല ഇത് അണ്ണന്റെ ഡോൺ അണ്ണന്റെ ഇത് പ്രൊഫൈൽ പിക്ചർ ബ്ലൂ ഷിഫ്റ്റർ അല്ലേ? ഇത് എന്റെ എന്റെ ഷിഫ്റ്ററാ. ഗോകുനൊക്കെ എന്ത് പറ്റി? ഞാൻ ഉണ്ടളിയ പുറകെ നിന്റെ കൂടെ കൂട്ടിന് ഞാൻ കാണും. പക്ഷെ ഫോറസ്റ്റ് ഉണ്ടോന്ന് നീ വന്നോ? ഗോകു വന്നോ? കറണ്ടില്ല. എടാ ഞാൻ ദാ വരുന്നേ, ഒരു മിനിറ്റ് പ്രാക്ടീസ് കേക്കാവോ? ചേട്ടന്റെ പുതിയ ഒരു പെണ്ണ ഞാൻ. ചേട്ടായി കൊടുക്ക്, എന്റെ ചേട്ടായി കൊടുക്ക്. നീ ആരാടി? നിന്റെ ചേട്ടൻ കൊടുപ്പാ.
എടാ പട്ടി ഞാൻ കാര്യം പറ്റ്. അയ്യോ സോറി. അളിയാ ഇനി എന്തായാലും നിനക്ക് ആഹുള്ളൊരു കഴിവെന്ന് പറഞ്ഞാൽ RP ആയിരുന്നു. അതിനി കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ഒരു വെക്കേഷനാണ്, മനസ്സിലായില്ലേ? പിന്നെ നിനക്ക് കഴിവില്ലാത്തൊരു സാധനമുണ്ട് നീ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചത്. അത് ഇനി അത് കൊള്ളായിരുന്നു. 1 പോയിന്റ് നിനക്ക്, 1 പോയിന്റ് നിനക്ക്. അപ്പം നീ ഫോഴ്സ് വരുന്നുണ്ടോ? അതെന്താ അത്രയും ചെറുതാ? 1 പോയിന്റ് എനിക്ക്, 1 പോയിന്റ് എന്റെ. 1-1. ഇല്ല നീ വരുന്നുണ്ടാ? എന്നാ ഡിസ്കൗണ്ട് ഇരിപ്പുണ്ട്, വാ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ആദ്യം കയറാം. ഓക്കെ വാ. 1-1. പക്ഷെ അത് അവൻ്റെ കുറച്ചും കൂടെ കൊള്ളായിരുന്നു, നൈസായിരുന്നു. അവൻ ജയിച്ചു. ഗൈസ് കളിയില്ലേ ഇന്ന്? ഫ്രാൻസിന്റെ കളിയല്ലേ? എപ്പോഴാ രാജമോഹൻ ചെയ്ത് കളയും. ഇന്ന് രാജൻമോന്റെ കളിയാണ്. നാട്ടിൽ എത്ര മണിക്കാ? എത്ര മണിക്കാടാ നാട്ടില്? 12:30. 2.5 മണിക്കൂറും കൂടെ സ്പെയിനും ഫ്രാൻസും. പക്ഷെ ഞാൻ ലൈവാണല്ലോ. നിങ്ങൾക്ക് സ്പെയിൻ വന്നാലേ കാര്യമുള്ളൂ, അതുകൊണ്ടല്ലേ നിങ്ങൾ സ്പെയിൻ സപ്പോർട്ട് ചെയ്യണം. അതല്ല ഗൈസ്, അതല്ല എടാ അങ്ങനെയല്ല. എടാ സ്പെയിൻ എന്തൊരു കുഴപ്പം, എന്തൊരു സ്പെയിന് കൊള്ളാം, നല്ല ടീം തന്നെയാ, അല്ലെന്ന് പറഞ്ഞില്ല. എടാ പക്ഷെ എന്റെ ഒരു ഇത് പറയുന്നു ഇന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പോയിട്ട് സ്പെയിൻ ജയിക്കുമെന്ന് ഞാൻ പറയുന്നു. നിങ്ങളൊക്കെ ഇതെന്താ അതായിരുന്നു? അത് ഭയങ്കര പ്രൂഫാണ്. പിന്നെ ഒരു ലൈറ്റ് ആണല്ലോ നിന്റെ മുഖത്ത് അടിക്കുന്നത് ഞാൻ കണ്ടത്. അത് മോണിറ്റർ ചെയ്യുന്നത്. പിന്നെ മോണിറ്റർ ചെയ്യുന്നതിന് അങ്ങനെ എനിക്കേ ആര് ജയിക്കും എന്തൊരു ചോദ്യം. ഫ്രാൻസ് പോലീസ് ചെയ്ത് കളയും അവര് പേരുന്നായിരുന്നു. സ്പെയിൻ. കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 സ്പെയിൻ ജയിക്കും. ഓക്കെ, ഞാൻ പറയുന്നത് 1-1 നിന്നിട്ട് പെനാൽറ്റി ഷൂട്ട്. 3-1 ഫ്രാൻസ്. ഞാൻ പറയുന്നത് 1-1 നിന്നിട്ട് പെനാൽറ്റി ഷൂട്ട് ഔട്ട്. എംബാപ്പെ ഒരു ഗോള്, ഡബൽ ഒരു ഗോള്, പോലീസ് ഒരു അസിസ്റ്റ്. ഓക്കെ 3-0. നീയാണ് കൺട്രോൾ ഇതാക്കുന്നത്. നമുക്ക് അറിഞ്ഞൂടെ. 3-2 for France, 3-1 France, ഫ്രാൻസിനാണല്ലേ ഏറ്റവും കൂടുതൽ പോൾ കിട്ടിയത്. ഗോക്കോഡിറ്റേ താങ്ക് യു സോ ഫോർ ദ കിക്ക്, താങ്ക് യു സോ മച്ച്. 4-2 അതൊക്കെ കുറച്ച് കൂടുതലല്ലേ? സ്പെയിനെ നിങ്ങൾ താഴ്ത്തി കാണല്ലേ? താഴ്ത്തി കാണണല്ല. ഗോട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലൻ ടീമാണ്. സ്പെയിൻ എന്താ കുറവാണോ? കുറവാണ്. എടാ സ്പെയിൻ ഇന്ന് ചെയ്യാൻ പോണെ നോക്കിയോ, മറ്റേ അർജന്റീനക്കെതിരെ എങ്ങനെയാണ്? അർജന്റീന പറഞ്ഞു പോയല്ലോ. ഗോക്കോഡിറ്റ് താങ്ക് യു സോ ഫോർ ദ വൺസ് ഓഫ് പിന്നല്ല മുത്താണ്. ഗോക്കോഡിറ്റ് താങ്ക് യു സോ മച്ച്. പിന്നല്ല ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. സ്പെയിൻ ഇന്ന് നോക്കിയോ, ഇന്ന് ഫ്രാൻസിന്റെ മുൻ നിരയെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇങ്ങനെ അങ്ങ് കളിക്കോ മാരി. ആദ്യം ഫ്രാൻസ് ഗോൾ അടിക്കും, രണ്ടാമത് സ്പെയിൻ ഗോൾ അടിക്കും, ഇല്ല പിന്നെ സ്പെയിൻ എന്തോന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഓടിച്ചു തരാടാ. അല്ലെങ്കിൽ നീ വൈഫൈ കട്ടി ഞാൻ ഓടിച്ചു തരാം നിനക്ക്. ആണ്ടിന് 1 കിലോ വരും. ഇന്ന് ഫ്രാൻസ് കളിച്ച് വിടും. നമുക്ക് നോക്കാം. 2.5 മണിക്കൂറില് അപ്പൊ ഗൈസ് കഴിഞ്ഞ ഇന്നലെ ആയിരുന്നാണ് നമ്മള് ഫ്രാൻസ് കളിച്ചത്. ഫ്രാൻസ് കളിച്ചെന്ന് ഫോഴ്സ് കളിച്ചത് ഇന്നലെ നൈറ്റ്.
ഇതിലെ മാസ്കരിമായ ഒരു കമ്പാക്കും മറ്റേ എല്ലാം അടിച്ച് കണ്ടന്റ് ഒക്കെ ആയിരുന്നു കേട്ടോ മറ്റേ അത് എന്നോട് ശരിയാണ്. ഞാൻ പറഞ്ഞിട്ട് പിന്നെ ആ സാധനം അത് ഞാൻ പിന്നെ ഇടായിരുന്നു അത്. ഇതാക്കിയില്ല. അത് നമ്മൾ ഇന്നലെ തൂത്തടിച്ച് ജയിച്ചിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്ലിപ്പ് എടുക്കേണ്ട മൊമെന്റ് ആയിരുന്നു അത്. സത്യാണ് അത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷയ ലാസ്റ്റ് കളിയായിരുന്നു. മാച്ച് അപ്പോ എനിക്ക് എന്റെ ഈ വണ്ടി തരണം. നമ്മൾ പുതിയ ഒരു സ്കോർ ബോർഡാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് അടിക്കുന്നവർക്ക് 3 പോയിന്റ്, സെക്കൻഡ് അടിക്കുന്നവർക്ക് 2 പോയിന്റ്, ലാസ്റ്റ് തേർഡ് അടിക്കുന്നവര് 1 പോയിന്റ്. ഒരു മനസ്സിലായി? പോയിന്റ്. അതായത് മാറ്റണ്ട, സ്വന്തം കാർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊണ്ടുവരണം. അത് പിന്നെ എന്തൊരു DNF-ന് വേണ്ട. ഇതറാ അതാ. ആ ചന്ദ്രാളിയാ, തന്തയുടെ പ്രായമുള്ളവരൊക്കെ അളിയെന്ന് വെച്ചോളെ അടിച്ച് മോന്തത്തിരിക്കുന്നേ. ചന്ദ്രൻ എത്ര വയസ്സ്? അപ്പൊ നിനക്ക് പ്രായമുണ്ട്. 12 വയസ്സുണ്ട് കേട്ടോ. അല്ല അല്ല, ചന്ദ്രൻ എത്ര വയസ്സ്? ഗോകു അതല്ലേ നേരത്തെ പറഞ്ഞേ എനിക്ക് എന്റെ കഴിവാണെന്ന് നീ എന്ന്. ചന്ദ്രൻ എത്ര എന്റെ വയസ്സുണ്ട്? മോനെ ഗോക്കു അഡിക്റ്റ് താകിസമത ടെൻസ് വിരല പുത്താണ് ഗോക്കു അഡിക്റ്റോജി താകിസമത വിരല. സത്യം പറയാലോ ഈ ഗോക്കു അഡിക്റ്റോജി ആരെന്നോലും എനിക്കറിയത്തില്ല. ഇത്ര ദിവസമായിട്ട് സബും ഈ ലൈവ് അപ്പൊ ആ പുള്ളി വെച്ച് ബാക്കി തന്നെ ലൈവ് ആണെന്ന് എല്ലാവരും അഡ്രസ് എനിക്ക് അറിയാം. മറ്റേ എല്ലാരും എല്ലാരും അഡ്രസ് എനിക്ക് അറിയാം. ഒന്ന് പിന്നെ ഗോട്ട് പറഞ്ഞു കൊടുത്തത്. പറയണം, നീ പറയണം. ഗോട്ട് പറഞ്ഞു കൊടുത്തോ. ഞാൻ കേക്കട്ടെ. തർക്കിക്കാണ് ഇപ്പൊ പറഞ്ഞത്. അല്ല നിന്റെ കാണുന്നത് നിന്റെ 10 അച്ഛന്മാരും പിന്നെ 10 എടുത്തു വളർത്തിയവര്. പക്ഷെ നിന്റെ ലൈവ് ആണെന്നത് ഞാനായിട്ടുള്ള നിന്റെ ഒരേ അച്ഛൻ. സിംഗിൾ ഡാഡ്. ബാലു താങ്ക് യു സോ മച്ച് കിക്കടാ ബാലു താങ്ക് യു സോ മച്ച്. ചന്ദ്രാളിയാ കളിക്കാണ്ടോ? എന്താടാ ഓ അവന് താല്പര്യം. ഇത് RP ഇല്ലല്ലോ, അപ്പൊ പൈസ ഉണ്ടാക്കട്ടെ. ഈ ചന്ദ്രൻ രണ്ട് കേക്കണം. വാട്സാപ്പിൽ പോയി റൈറ്റ് വരും. എവറി ടൈം ഡോഗ്സ് ആർ ബാർക്കിംഗ്. കളിയാ കളിക്കാളിയാ വാ. Shut the fuck up, you idiot! അന്താരം. ചെവി ഒരു പുള്ളി സബ് എടുത്ത്. ആരാ? എനിക്കാണോ? അല്ലല്ല. താങ്ക് യു ഫോർ സബ്സ്ക്രിപ്ഷൻ. താങ്ക് യു സോ മച്ച്. ലവ് യു ബ്രദർ. ലവ് യു. സാൽത്തർ 30 താങ്ക് യു സോ മച്ച് സബ്സ്ക്രിപ്ഷൻ ബില്ല പുത്താട് സാൽത്തർ 30 ലവ് യു. ഞാനേ കുറച്ച് നാളായിട്ട് ചിലപ്പോ എന്നെ എനിക്കിപ്പം കുറച്ച് ആളായിട്ട് തന്നെ ചിലപ്പോ ടച്ച് ഔട്ട് ആണ് ഞാൻ കുറച്ച് ഫോർസ് കളിക്കാൻ. അപ്പൊ ജയിക്കോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ നിശ്ചയദാർഢ്യം ഇല്ല. എന്നാലും എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ കളിച്ചോണ്ടപ്പോ എന്നാ ജയിച്ചിട്ടുള്ളത്? എന്നാ ടച്ചുള്ള അതൊക്കെ ജയിച്ചിട്ടുണ്ടാ. ഒറ്റയ്ക്ക് കളിച്ചത്? ഒറ്റയ്ക്ക് ഒറ്റയ്ക്കല്ലാതെ നമ്മൾ കളിക്കും. മനസ്സിലായില്ലേ? ഒറ്റയ്ക്കാണ് ജയിച്ചല്ലേ? കേരള സെക്കൻഡ് ബ്ലൈൻഡ് സ്ട്രീം പറഞ്ഞ അളെ എന്റെ ലൈവ് നോക്കിയാ പോകും. ചന്ദ്രന്റെ ക്യാമ്പ് പൊട്ടിയാ? ചന്ദ്രന്റെ ക്യാമ്പ് പോയി നോക്കാനാ? എന്താ അവൻ ലിസ്റ്റ് കിട്ടപ്പോഴേ തുടങ്ങി കാണും. ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കും പൈസ തരൂ. ഞാൻ നിന്റെ ഫോട്ടോ വെച്ചിട്ട് കൊടുക്കാനുണ്ട്. അല്ല ഇതിനെക്കാട്ടി വിജയസാണ് ഞാനാ. മനസ്സിലായില്ലേ? നീ എന്റെ ലൈവ് നോക്ക്. ഹലോ ഹലോ ഫോറേ ആണ്. ഫോറേ അത് ഒരു യെല്ലോ വൈറ്റും. അതന്നെ 4th ഫ്ലോർ. ഫോറേ ഞാൻ ലൈവില് ASMR ഫുഡ് കഴിക്കാൻ പോണേ. അല്ലേ ഞാൻ നിങ്ങൾ ഒരു വിളിച്ചിട്ടിരിക്കുക. ഞാൻ അപ്പോഴത്തേക്ക് പിച്ച് ഫുഡൊക്കെ കഴിച്ച് സൈഡിലോട്ട് ഇരിക്കാവോ നീ? റൈറ്റിലോട്ട് അങ്ങോട്ട് റൈറ്റിലോട്ട്. അത് ലെഫ്റ്റ് ആണോ പോട്ടാ? എന്റെ സ്ക്രീനില് റൈറ്റ് എന്ന് പറഞ്ഞ ഇങ്ങോട്ടാ. എന്തോ കാണിക്കാനാട്ടാ. അത് ഇവര് ഇത് ചന്തിയില ബുദ്ധി. ഗോക്കൊന്ന് കബളടിച്ചേ. കാണിക്കാൻ ആദ്യം നീന്ത കാണിക്കണ്ട പോണ്ട. ഇല്ല. ഹലോ പറയൂ. ലൈവാണ്. ഇങ്ങോട്ട് തിരിയണേ. ഞാന് ഫുൾ ക്യാമറ
ഒരു സെക്കൻഡ് നീ അവിടെ എത്തിയോള സെക്കൻഡ് അളിയ ഈ സൗണ്ട് ഇടുന്ന എങ്ങനെയാണ് ഫുൾ ക്യാമറ തുറന്നിട്ട് ആകണം എന്നൊക്കെ ഉണ്ടാക്കിയല്ല. പക്ഷെ സൗണ്ട് ഉണ്ടാക്കുന്ന എങ്ങനെ? ഓക്കെ ഒരു അളിയ നീ എന്തെങ്കിലും കൊണച്ചോണ്ടിരി, ഞാൻ ഇപ്പൊ വരാം. ഹലോ ബ്രോ. പോയിട്ടാ ബ്രോ പറഞ്ഞോ. ഇപ്പൊ എല്ലാം കേക്കാലോ ഡേയ്. ഓ സീനില്ല ബ്രോ. ഹലോ അയ്യോ പുള്ളിക്ക് എന്ത് ഈ ചന്ദ്രൻ ഒന്ന് ഡീലേ ആയിടാ, എന്റെ ലൈവ് കൂടി ഒന്ന് നോക്കണേ ആരെങ്കിലും ഒന്ന്. എന്തിനാ എന്നെ വിളിക്കണേ? ഇത് ഏത് ജന്മോടെ ഇത്? ഫോൺ നോക്കിയാണ് തുള്ളി ഫോൺ നോക്കിയാണ്. ഞാനിവിടെ പോയി നോക്കട്ടെ. അവിടെന്താ ചന്ദ്ര ആരെ വിളിച്ചോണ്ട് വന്ന്? 5 സെക്കൻഡ് തീർന്ന്. ഹലോ കഴിഞ്ഞാടാ 5 സെക്കൻഡ് തീർന്നാളിയാ. എന്താ അളിയാ? ഇല്ല അത് പോയി ഒളിഞ്ഞു നോക്കിയായിരുന്നു ഞാൻ ചെറുതായിട്ട്. എന്താ ഒളിഞ്ഞു നോക്കി? നീ അങ്ങോട്ട് ഡോറിന്റെ അവിടെ ഒരു മഴത്തുള്ളി. ഞാനൊരു കാര്യം പറയട്ടെ. ഒന്നോ രണ്ടോ പറ. എന്നെ വിളിച്ചിരുന്നത് മറ്റേ വാസുവാണ്. വാസുവിനെ കാണുന്നില്ല. നമ്മളിപ്പം ഇത്ര പേരിങ്ങനെ എന്താ നോക്കിയിരിക്കും. ഞാൻ ഫുഡ് കഴിക്കട്ടെ. ASMR കഴിക്കളേ നോക്കട്ടെ. എന്താ ഫുഡ് വലുതാക്ക്. വലുതാക്കാം. ക്യാമറ വലുതാക്ക്. വലുതാക്കണോ? ക്യാമറ വലുതാക്ക്. അതെ വലുതാക്കലേ. ഒരു ചില കഴിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് വരാളിയാ. ഞാൻ ASMR ഇതെടുത്തിട്ട് സേവ് ഇമേജ് കൊടുത്തിട്ട് ഓക്കെ വരട്ടെ കൊടുക്കാം. അവൻ അഹങ്കാരമല്ലേ. കൊടുക്കാം വരട്ടെ. അവൻ തിരിച്ചട്ടെ കൊടുക്കാവേ. ഇതിലേതെങ്കിലും കിടപ്പുണ്ട? ഇതിലൊന്നും കിടപ്പില്ലല്ലേ. വരട്ടെ തിരിച്ചട്ടെ. വെയിറ്റിംഗ് ആണേ. എവിടെ പോയി കിടക്കുന്ന? സൗണ്ട് പോയാ? ഹലോ സൗണ്ട് ഒക്കെ ഉണ്ട് ഇവിടെ. ലൈവ് ഡിലേ ഉണ്ട്. റിഫ്രഷ് ആക്കാനാ വന്നില്ല അവൻ. വന്നാ ആറാ ഡിലേ ആണത്. ഇപ്പോഴാരും ഇല്ലല്ലോ എൻ്റെ അകത്ത്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ അവന്റെ ലൈവ് കണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് ഇവിടെ കിക്കിൽ ഒരു 2 ഡിലേ ഉണ്ട്. അപ്പൊ ഞാൻ ഒരു കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുള്ളൂ. മനസ്സിലായില്ലേ? ഇതെന്തൊരു സൂപ്പർ നാസറെ നെറ്റ്വല്ലോ അവിടെ നടക്കുന്ന അപ്പത്തന്നെ കാണാൻ. സൗണ്ട് ഡിലേ അത് DC-യിൽ ഫാസ്റ്റ് ആക്കി സ്ട്രീമിംഗ് സ്ലോ ആണ്. ഡിലേ അല്ല, VC സൗണ്ട് കേൾക്കുന്നതും ലൈവ് മ്യൂട്ടായി കേൾക്കുന്നതുമാണ്. എടാ ഇത് ഡിസ്കോഡിലല്ല, ഇത് ഞാൻ കിക്കിൽ കാണുന്നതാ. എന്താണടാ പറയണേ നിങ്ങളൊക്കെ? ഫോഴ്സ കളിക്കുന്നുണ്ട്. നീ അങ്ങനെ പറഞ്ഞാണല്ലേ. നിങ്ങളൊക്കെ എന്താ ഗൈസ് ഇത്? അവൻ ഡിസ്കോഡിൽ ലൈവ് ഇടുന്നതല്ല. വെയിറ്റ് ആക്ക്. അയ്യോ കുറച്ചുകൂടെ പൊക്കിക്കിട്ട് വന്നട്ടെ. കണ്ണോട്ടം വന്ന് ഇരി. ഞാനൊരു കാര്യം പറയട്ടെ. പറ.
ഗോഗു ഉണ്ടോ ഇവിടെ? ഞാൻ ഉണ്ട്. അളിയാ ആ. ഞാൻ നല്ലത് കാണിച്ചാണ് പിള്ളേർ ഇൻഫ്ലുവൻസ് ചെയ്യണം. ആ. ഇങ്ങനത്തെ ജങ്ക് ഫുഡ് ഒന്നും കാണിച്ച് ഞാൻ ഇതാക്കൂല, നശിപ്പിക്കത്തില്ല എന്റെ. ഇല്ല. ജങ്ക് ഫുഡ് വലുതാക്കാതെ നീ. ഇല്ല, ഞാൻ വലുതാക്കിയാണ് ഇപ്പൊ നീ സംസാരിക്കണേ. കുറച്ചുകൂടെ നാലേ. അയ്യോ നീ എന്താ ചെയ്യണേ? ഞാൻ തിരിയുന്നത് നോക്കട്ടെ. ഞാൻ ചെയ്യുന്നില്ല അല്ലേ, എന്തിനു പറയണ നീ? ഹലോ. ദൈവമേ, ഞാൻ ഉണ്ട്. നിക്കണേ. എന്താണ് നീ പറഞ്ഞേ? ഇത് പറഞ്ഞ അളിയ ഞാൻ ഒരു കാര്യം പറയാം. നീ രണ്ടീം പറയണ്ട. നീ എപ്പ കേറി വന്ന? നീ ആരാ? ഗോകു ദയവാണെന്ന് എല്ലാരോടും ഒരു മാക്സിമം 3 ഡേയ്സിനകത്ത് പഴയതുപോലെ RP + PvP കളിക്കാനുള്ള സെർവർ അവിടെ തന്നെ ഉണ്ടാവും. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. കൂടിപ്പോയൊരു 3 ദിവസം, 3 ദിവസത്തിനകത്ത് TV ഇതുവരെ ഇവിടെ കളിച്ചോണ്ടിരുന്ന എല്ലാവരുടെയും പ്ലെയർ ഡേറ്റയും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻവെന്ററിയിൽ ഉണ്ടായിരുന്ന മൊത്തം സാധനങ്ങളും ഒരു സാധനത്തിന് പോലും കുറവില്ലാതെ ബാക്കി ഗ്രൈൻഡിങ്ങും ബാക്കി എല്ലാ സാധനവും എക്സ്ട്രീം ടോപ്പിലൊന്നും പറയണില്ല. 2 ദിവസം 3 ദിവസം മാക്സ്. എന്തായാലും 2 ദിവസം കഴിയുമ്പോഴത്തേക്കിന് വില്ലംബ്രോയുടെ കുഞ്ഞിന്റെ 28 കെട്ടാണ്. അപ്പൊ അതിനോട് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് അവിടെ സെർവർ ഉണ്ടാവും കളിക്കാനുള്ള. അതുപോലെ തന്നെ PvP ആണെങ്കിൽ ഇപ്പൊ എങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു അതുപോലെ RPയും കളിക്കാനുള്ളവർക്കുള്ള സെർവർ അവിടെ തന്നെ ഉണ്ടാവും. ദാറ്റ്സ് ഇറ്റ്. സങ്കടമൊക്കെ മാറിയല്ലോ. എന്തോന്ന് കുറച്ചാളോടി അല്ല സങ്കടം ആവുന്ന ആർക്കാന്ന് എനിക്കറിയാളിയാ. നിനക്ക് എന്തൊരു കഴിവുണ്ട്? ഞാൻ ഒരു ഗെയിമർ ആളിയാ, മനസ്സിലായില്ലേ? ഞാൻ 100 ഗെയിം കളിക്കും, മനസ്സിലായാ? ഏതൊക്കെ ഗെയിം? അതൊക്കെ നിന്നെ ബോധിപ്പിക്കണോ? പറ്റൂല. ലൈവില് RP മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനി മിൽഷ്യ, ക്ലാഷ് ഓഫ് ക്ലാൻസ്, അങ്ങനെ കുറെ കളിക്കും ചന്ദ്രൻ. പിന്നെ വേറെ അല്ലല്ല, പിന്നെ വേറെ ഡൈവേർട്ട് ചെയ്യല്ലേടാ. നീ ഡൈവേർട്ട് ഞാൻ പറഞ്ഞു. അതെ പുച്ഛമായി തുടങ്ങി. പണ്ട് കൂടുതൽ ജംഗ്ഷനിൽ ഇരുന്ന് കളിച്ചൊക്കെ നീ മറന്ന് ലൈബ്രറിയില് വായനശാലയില് മറന്നടാ. പിന്നെ അവര് വെച്ചേക്കൂല ഇനി പോകുമ്പോ. ജോയിൻ ചെയ്യോ ദേവിയത്? ജോയിൻ നീ അടിക്കും, നിനക്കറിയാലോ അത്. നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ അങ്ങനത്തെ ഒരാളല്ലേ. നീ കണ്ണൂട്ടനാണോ നീ? ഹലോ, എടാ അതിന്റെ ടാഗ് റിമൂവ് ചെയ്തില്ലേ നീ അതിനകത്തുനിന്ന്? ഇടത്തെ ലെൻസിൽ അതിന്റെ പരസ്യം ഇരിക്കും, സ്റ്റിക്കറിലൊക്കെ കളയടാ. അത് ഫ്രീ കിട്ടിയെന്ന് പറഞ്ഞ് വെച്ചിരിക്കണ. സാധനം നിനക്കറിയാവോ? ഏത് സാധനം? നീ മാർക്ക് ജേക്കബ്സ് കേട്ടിട്ടുണ്ടോ? അയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചാണിത്. നിങ്ങൾ അടിച്ചു നോക്കിയാണ് മാർക്ക് ജേക്കബ്സ്. നോക്കിയോ? ചുമ്മാ നോക്കിയേ. നീ നോക്ക്. എനിക്ക് താല്പര്യമില്ല. അല്ലെ നോക്ക്. എനിക്ക് താല്പര്യമില്ല. ഹലോ എത്തിയാ? അതിന്റെ ഫസ്റ്റ് കോപ്പി നിങ്ങള് ഗെയിമിനകത്തുണ്ടോ? അളിയാ ഫസ്റ്റ് കോപ്പിയാ? ഒറിജിനൽ അളിയാ, നമ്മൾ ഒറിജിനൽ വെക്കത്തുള്ളൂ. പിന്നെ ഫസ്റ്റ് കോപ്പി അളിയാ. ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ വെച്ചിരിക്കുന്ന ഗ്ലാസ് ഇല്ലേ, അത് നീ മറ്റേ ഷൂട്ടിനപ്പോ അമ്മ പിടിച്ചു വാങ്ങിയത് 350 രൂപ. ബ്രോഡ്വേന്ന് മേടിച്ചാ 450 രൂപ. ഫസ്റ്റ് കോപ്പി പോലും പറയാൻ പറ്റില്ല. ഈ സെലിബ്രിറ്റീസ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് സാധനമൊക്കെയാണ് ഇടുന്നത്. നീ സെലിബ്രിറ്റി ആണോ നീ പറഞ്ഞു വരുന്നേ? അളിയ ഞാൻ അങ്ങനെ അല്ലേ അളിയ. അതെന്താ അങ്ങനെ ഒരു നീ സെലിബ്രിറ്റി ആണെന്നാണ് നീ അപ്പൊ പറഞ്ഞു വരുന്നത്? സൂപ്പർ. അളിയന്റെ പുതിയ വ്ളോഗ് ഉണ്ടോ ചന്ദ്ര? നീ അളിയ കണ്ടിട്ട് സത്യം ഞാൻ ഓടിക്കൊണ്ട് നടക്കുമ്പോൾ കാണാം. എന്താ സംഭവം? ചന്ദ്ര നിന്റെ വ്ളോഗ് മിസ് ചെയ്യാതെ കാണുന്ന ആളാ ഞാൻ. ട്രിപ്പ് പോയാ? ട്രിപ്പ് ഒന്നുമല്ല, എറണാകുളത്തും തിരുവനന്തപുരം വരെ വന്നത് വ്ളോഗാക്കി. നീ ജിമ്മിൽ പോയവരെ വ്ളോഗ് എടുത്തവരാണോ നീ? പിന്നെ ഞാൻ നാളെ എത്തൂടാ. നാളെ അവിടെ എത്തും. ഇന്നിപ്പോ എവിടെ? ഞാൻ വീട്ടിലാ.
ആ വീട്ടിലാണോ? വന്നില്ലേ? ഇല്ല ഞാൻ ഇവിടെ എത്തിയില്ല. പക്ഷെ നാളെ ജോജി ബ്രോ രാവിലെ വരും. അപ്പൊ ഞാൻ മോശയുടെ മറ്റേ നോക്കിയപ്പോഴേ ഇന്നലെ വന്ദേ ഭാരതി വന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു മൊട്ട പയ്യൻ ചിരിച്ചോണ്ട് നിക്കാണ്. ഇന്നലെ ഞാൻ തിരിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും വന്ദേ ഭാരത തിരിച്ച് മുമ്പിട്ട് വന്നേ. അപ്പൊ ഞാൻ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും പാച്ചൂസിന്റെ ചേട്ടനെ കണ്ടിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും മറ്റേ മുട്ടപ്പയ്യല്ലേ അങ്ങനെ ഇരുന്നങ്ങ് ഒരേ ചിരിയും വിരളി അവിടെ ഇരുന്ന്. ഞാൻ വന്ന ട്രെയിനിൽ അവരുണ്ടായിരുന്ന അവര് C5 ആയിരുന്നു, ഞാൻ C2 ആയിരുന്നു. പക്ഷെ ഞാൻ കണ്ടില്ല, റെയിൽവേ സ്റ്റേഷനിലൊന്നും കണ്ടില്ല അവിടെ വെച്ചൊന്നും. നിന്നോട് ഞാൻ പറഞ്ഞില്ലടാ അവര് വന്ദേ ഭാരതിലാ പോന്നേന്ന്. വന്ദേ ഭാരത പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു ആ ടൈമില് അതേ സെയിം ഇതിലാ വരുന്നേന്ന്. അപ്പൊ അങ്ങനെ അവനെ കണ്ട് വൻ പ്രശ്നമായിരുന്നു അവിടെ കിടന്ന്. മൊട്ട പറമ്പൻ മൊട്ടായി കടിച്ചപ്പോഴേ വേറെ ലുക്കായി അവരെ കാണാൻ. അവൻ പ്രോപ്പർ ഗുണ്ടവൻ. അവന് തലയില് മുടി പോയപ്പോഴേ എന്തൊക്കെയോ മാറ്റമുണ്ട് അവര്. എനിക്ക് തോന്നുന്നുണ്ട് പയ്യന്റെ ബ്രെയിനോട് അവര് അടിച്ചു കളഞ്ഞൊരു ഡൗട്ടുണ്ട്. പുള്ളി അവൻ ഇപ്പൊ അങ്ങനെയാണ് ബിഹേവ് ചെയ്യണേ. ഭയങ്കര പ്രശ്നമാണ് ചെറുക്കനിപ്പോ. പയ്യൻ ട്രോമേ ഒന്നാമത്തെ കാര്യത്തില് അതിന്റെ ഒരു ഇതാണോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നലെ പാച്ചൂസിന്റെ അച്ഛന്റെ കൈ വെച്ച് പുള്ളിക്കാരെ വരാതിരുന്നില്ല എറണാകുളത്ത്. പ്രാചൂസിന്റെ അച്ഛനെ കൈ വെച്ച് സത്യം. നീ കഴിക്കുന്ന കണ്ടിട്ട് എനിക്ക് വിശക്കുന്ന അളിയാ. അങ്ങനെ നീ എന്താ എന്റെ ലൈവ് നോക്കിക്കൊണ്ടിരിക്കണേ? ലൈവ് അളിയ നിന്നെ കണ്ടില്ല എനിക്ക്. വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് കുറച്ചേരം കഴിയുമ്പോണ്ടല്ലേ ഈ ഫുണ്ടാ കുറച്ചേരം കഴിയുമ്പോ അവള് വന്ന് വാരി കൊടുത്തോണ്ടിരിക്കും ഇവര് കേട്ടാ. അത് കാണുമ്പോ വിശപ്പുള്ളവരും ട്രിഗർ ആവും, സിംഗിൾസും ട്രിഗർ ആവും, ബ്രേക്കപ്പ് ആയവന്മാർക്ക് വിഷമവും ആവും. നീ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത് നിനക്കറിയാവോ? അവള് ജോലിക്ക് എന്താ ചിരിക്കണ നീ? എന്താ ചിരിക്കണം? നീ സിംഗിൾ അല്ലടാ ചന്ദ്രൻ ഇപ്പൊ. അസുഖോ കുഴപ്പമില്ല. തനത്താനെ തിന്നുന്ന ദൈവം രണ്ട് കൈ മൂഞ്ചാല തന്നത് മനസ്സിലായില്ലേ? ഇത് വെച്ച് വാരി തിന്നാണ് രണ്ട് കൈ ദൈവം തന്ന മനസ്സിലായില്ലേ? ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഒരു 4 മാസം മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഇവനെ ഉണ്ടല്ലോടാ കുത്തി നോവിക്ക് ഞാൻ അതെ. ഇവരെ ചില്ലറ അല്ല അത്. അളിയ ഒന്ന് ആലോചിക്കേ, പെണ്ണും കെട്ടി ഒരു കൊച്ചുമായിട്ട് ജീവിക്കുന്ന എന്റെ വീട്ടിൽ വന്നിട്ട് ഇരുന്ന് എന്റെ എക്സ് ലവറിനെ പറ്റി സംസാരിക്കാന്ന് പറഞ്ഞ എന്തൊരു പോക്കൃത്തരോ ഇവൻ ഇത്ര നാൾ ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്ന. ഞാനേ ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയിപ്പിക്കരുത്. ഒന്നും പറഞ്ഞിട്ടില്ല. വാവ് മോൻ എന്റെ 13 Pro Max ഞാൻ ഓണാക്കുവേ. എന്റെ പൊന്നെ ഇവനെ എടാ നിന്നെ ഞാനിപ്പോ ആഗ്രഹിക്കുന്ന കേട്ടാ, എന്റെ മോനെ നിന്നെ പോലെ വളർത്തണം ഇത്ര സത്യസന്ധനായിട്ട്. അത് പേര് ഇതിനകത്ത് ആധാറിൽ പോയി ഗസറ്റഡിൽ മാറ്റണം, എന്നിട്ട് സത്യവാനൂടെ ആക്കണം. മാറ്റിയിട്ട് സത്യം അളിയ എന്റെ അതായത് നീ എനിക്ക് എന്നാ ഫോൺ നമ്മൾ ഒരുമിച്ച് പോയി 13 Pro Max നിനക്ക് ഓർമ്മയുണ്ടോ? ദയവേത് കഥകളൊന്നും ഇരുന്ന് ഇവിടെ നിന്ന് പറയല്ലേ. ഞാനിപ്പോ സമാധാനപരമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനല്ലടാ ഞാൻ. നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനിരുന്ന് നീ ചർച്ച ചെയ്യുന്നേ? അതാണ് നീ ഇത്ര ആലോചിച്ചത്. അന്ന് നീ ഞാനും കൂടി പോയാണ് വാങ്ങിയത് 13 Pro Max. അന്ന് തൊട്ടുള്ള സാധനം, അന്ന് ആ കടയിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ടുള്ള സാധനം ഇന്നും അതിന്റെ അകത്തുണ്ട്. അതെന്റെ ഡയറിയാണ് അതെന്റെ. അത് നീ മറന്നു പോകും. നീ കുക്കറിനായിട്ട് പിണഞ്ഞു കിടക്കണുണ്ട് ഗോകു. ഞാൻ ലൈവ് ഇടാൻ പോണേ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിനക്കൊരു ഓർമ്മയുണ്ടല്ലോ? എനിക്കൊരു 40 Pro Max ആണോ 50 Pro Max ആണോ 30 Pro Max ആണോ? ഇവന് പറയാൻ ഒരു ഫോണാ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാടാ ഗോകു. ഞാനേ ഇതുവരെ എന്റെ XR-ലാണ് നമ്മൾ ഐഫോൺ സീരീസിലോട്ട് കാല് വെച്ചത്. അതായത് നമ്മുടെ രഞ്ജു ചേട്ടൻ മേടിച്ചു തന്ന ഫോൺ.
അന്ന് നമ്മള് എത്രയായിരുന്നു 128 GB സ്റ്റോറേജ് ഉള്ള ഫോണിലല്ലേ തുടങ്ങിയത്. ഇന്ന് എന്റെ ഫോണിന്റെ സ്റ്റോറേജ് 2 TB ആണ് അളിയാ. എന്റെ XR തൊട്ട് ഇവിടെ വരെയുള്ള എല്ലാ ഫയൽസും എന്റെ ഉണ്ട്. എടാ നിങ്ങളൊക്കെ ഒന്ന് ജോയിൻ ചെയ്യണം. ഞങ്ങൾ കുറെ നേരം കൊണ്ട് ഇവിടെ ഓടിച്ചോണ്ടിരിക്കുക. രാത്രിയിലത്തെ ബസ് സ്റ്റാൻഡിലെ ജോലി കാണിച്ചെന്ന് പറഞ്ഞോണ്ട് പ്രൂഫ് വന്നിട്ട് സംസാരിക്കുള്ളൂ. അതൊരു ജോലിയാണ്. നിങ്ങൾ ചന്ദ്രനെ കുറ്റമൊന്നും പെടുത്തില്ല. അതൊരു ജോലിയാണ്. അപ്പൊ അങ്ങനെയാളിയാ ഇന്ന് തോക്കാൻ റെഡിയാണോ? അളിയാ ഇന്നലെ എത്ര പോയിന്റ് ഞാൻ തോറ്റ അളിയാ? 3 നീ 10 ഞാൻ 13. നീ ലാസ്റ്റ് DNF ആയിരുന്നേ. എടാ അവൻ നോക്കാൻ പോയി, ലൈവ് നോക്കാൻ പോയി. ഇന്നലത്തെ ലൈവ് ഇല്ല കൺഫേം ചെയ്തു. ബ്രോ പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഓൾറെഡി നമ്മുടെ ഇന്നലത്തെ കാര്യം പറഞ്ഞ് ഇന്ന് ആളാവുക എന്ന് പറയുന്ന സാധനം നമ്മുടെ നിഘണ്ടുവിലില്ല. ഇത് തിരിച്ചു അങ്ങനെ ആയിരിക്കണേ. ന്യൂ സ്റ്റാർട്ട്. എടാ ചന്ദ്ര 3 സ്ഥാനത്തിന് ഇതുണ്ട്, പോയിന്റ് ഉണ്ട്. ചന്ദ്ര ഫസ്റ്റിന് 3 പോയിന്റ്, സെക്കൻഡിന് 2 പോയിന്റ്, തേർഡിന് 1 പോയിന്റ്. എടാ ഡ്രീമറെ, നമ്മൾ പല കാര്യങ്ങളും ഒരു ചർച്ച ചെയ്യും എന്ന് കരുതി എല്ലായിടത്തും പ്രൂഫ് കാണിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായ? എന്തെങ്കിലും ഓഫ്ലൈനിൽ സംസാരിക്കാം, ഓൺലൈനിലല്ലേ ഇതൊന്നും സംസാരിക്കേണ്ടത്. മനസ്സിലായല്ലോ? നിനക്ക് എന്താടാ ഡ്രീമറെ? ഞാൻ ഇപ്പഴാണ് ഒരു കാര്യം ഓർത്തത്. ഞാൻ പണ്ടത്തെ ഒരു കഥ ഉണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടു, നിങ്ങൾക്ക് പറയാൻ വിട്ടു. പണ്ട് നമ്മള് PMIT ഏതാണ് ഫസ്റ്റ് ആയിട്ട് നടക്കുന്നത്. അപ്പൊ അത് സത്യം പറഞ്ഞ കളിക്കുന്നത് എന്റെ വീട്ടിൽ വെച്ചാണ്. ഞാൻ ഈഗിള് വെനം മനസ്സിലായില്ലേ? അപ്പം നമ്മളെല്ലാം കളിച്ചിട്ട് അന്ന് രാത്രി ഈഗിള് ദൂരെ പോകണുള്ളതുകൊണ്ട് എന്റെ വീട്ടിൽ കിടക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനും ഈഗിളും കൂടെ ഒരുമിച്ച് ഒരു വെട്ടി കിടന്ന് കിടന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോ എന്റെ മുതുകത്തിട്ട് പടക്കാന്നൊരു ചവിട്ട്, എന്റെ നട്ടെല്ലാം കൂടെ പോയി. ഞാൻ എന്ത് ചെയ്ത്, ഒരോണ കിട്ടി, രണ്ടാമതും കൂടെ കിട്ടിയപ്പോ എനിക്ക് മതി. താഴെ ഇറങ്ങിയിട്ട് ഞാൻ താഴെ ഇറങ്ങി കിടന്ന്. അപ്പൊ രാവിലെ ആയപ്പോ അമ്മ വന്നിട്ട് ഇങ്ങനെ തട്ടുക, മോനെ മേളിൽ പോയി കിടക്കാന്താ, അവന്റെ ഗോകുവിന്റെ കൂടെ പോയി കിടക്കാന്താന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ തുറന്നിട്ട്, അമ്മാ ഇത് ഞാനാ, എണ്ണ എടുത്തോണ്ട് അതിന്റെ നടു ഒടിഞ്ഞ് രാത്രി ചവിട്ടി എന്നെ എട്ടിലടിച്ചു. അളിയാ അതെന്താ അറിയോ? ആ സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടതാണ് അളിയാ. അതല്ലല്ല, സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അന്ന് കളിക്കടയിൽ നീ വഴക്ക് പറഞ്ഞത് നിന്നെ തിരിച്ചിടിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടതാ. ഞാനല്ലോ റസിനല്ലേ പറഞ്ഞത്. നീ അതിന്റെ ഇടയ്ക്കൂടെ നൈസായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ റസിനെ നിന്നെ ഒരുമിച്ച് കിട്ടി. അപ്പൊ രണ്ടുപേരുടെ രാത്രി സ്വപ്നത്തിൽ ഇടിച്ചു കൂട്ടി. ഇവൻ ലോകത്ത് വീട്ട് അമ്മേനെ അച്ഛനെ പേടിക്കുന്ന കാട്ടി ഒരു ആളെ പേടിച്ചിട്ടുള്ളൂ, അത് റസിനെയാ. സത്യം റസിനെയാണ്. അല്ല അതിനെയൊക്കെ വലിയ കോമഡി ആട്ടാ. വൈകുന്നേരം ആയപ്പോഴേ വെനം വന്നിട്ട് എന്റെ അടുത്ത് പറയാം, ഗൈസ് റസിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യം അവന് ഗെയിമിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാട്ടാ. അപ്പൊ വൈകുന്നേരം നമ്മൾ ടൂർണമെന്റ് കളിക്കുക. അപ്പൊ ആദ്യത്തെ മാച്ച് കഴിഞ്ഞ് ഞങ്ങള് വെളിയിൽ ഇറങ്ങി പോയപ്പോഴേ വെനം എന്നോട് ഒന്ന് പറയാ, എടാ ഞാൻ തിരിച്ച് വീട്ടിൽ പോട്ടെ, റസിൻ നമ്മളെ പിടിച്ച് അടിക്കുമല്ലോ ചെയ്യുമോ, എനിക്ക് പേടിയാവുന്നു. പാവോടാ അവൻ പറയാ, എനിക്ക് ഇവിടെ നിന്ന് കളിച്ചിട്ടൊരു കംഫർട്ട് ഇല്ല, മറ്റേതാവുമ്പോ വഴക്ക് മാത്രമേ പറയുള്ളൂ, ഞാൻ വീട്ടിൽ പോയി കളിക്കാതൊക്കെ കേട്ടാ രാത്രിയിൽ എന്റെ അടുത്ത്. എന്റെ അമ്മോ
രണ്ടുപേരും കൂടെ നീ നമ്മളെ ഇറക്കി വിട്ടില്ലടാ ഇവന്മാര് നമ്മൾ 4 പേരുണ്ടെങ്കിൽ ഇറക്കി വിട്ടില്ലടാ ഞാൻ ഡ്രസ്സിന് ഒന്നും പറയണ്ട. നീ ഇറക്കി വിട്ടില്ലടാ നമ്മളെ ഡ്രസ്സിനാണെങ്കിൽ ഒരു കോൾ കൊടുത്താൽ മതി. ഇവന്മാര് നീ എന്റെ ഈകളെ കളിപ്പിക്കണമെന്ന് പറഞ്ഞടാ പല്ലിനെ അല്ല എടാ ഞാന് എടാ പറയട്ടെ എടാ അളിയ ഒന്ന് ജോയിൻ അവിടെ എവിടെ ഇവിടെ ടീമിന് എന്ത് ചെയ്യടാ എന്ത് ചെയ്യടാ കളിക്കുമ്പോഴേക്കും അവൻ ടീം വരാന്ന് പറഞ്ഞു. ആശയ്ക്ക് എവിടെ ആഷിന്റെ കറണ്ട് പോയി അളിയ ആശ എവിടെ നിനക്ക് അറിഞ്ഞൂടെ അളിയ ആശ അടുപ്പില്. സൂപ്പർ ഞാൻ ഈ കഥ ഇത് പറയട്ടെ. സൂപ്പർ ചന്ദ്ര സൂപ്പർ 4 പേരുണ്ടെങ്കിൽ ഈഗിളും വെനോം കളിക്കുന്ന പറഞ്ഞ അന്നത്തെ ടോപ്പ് മനസ്സിലായില്ലേ? അറ്റാക്കേഴ്സ് അസോൾട്ടേഴ്സ് ടോപ്പ് അസോൾട്ടേഴ്സ് എൻട്രി ഫ്രാഗ്രൻസ്. ഞാൻ ഡ്രസ്സിന് കൂടെ നിന്ന് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെണ്ട കേറി അറിയും തെറി വിളിക്കും ഇറങ്ങി വരും. ഫോണാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരും. മനസ്സിലായില്ലേ? അന്നേ ഇല്ല, ആ സമയത്ത് ഇവരെ ഉണ്ടല്ലോ എന്നെ ഞാൻ പോയി കോമ്പൗണ്ടറിനകത്ത് രണ്ടുപേരെ ഒരാളെങ്കിലും നോക്കിട്ട് രണ്ടുപേരെ അടിച്ചിട്ട് തിരിച്ച് അവിടെ വരും. വിഷയമുണ്ടല്ലോ ഞാൻ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ റസിനോ ഗോഗോ ചാവണം ചത്ത് കഴിഞ്ഞ ഉണ്ടല്ലോ പിന്നെ ഗൈറോസ്കോപ്പ് വേണ്ട. കാരണം കൈവറ കൊണ്ട് ഓൾറെഡി ഗണ്ണിന്റെ റീകോയിൽ കൺട്രോൾ ആവും. അതുപോലത്തെ അവസ്ഥയാവും. വെനം അല്ല, ഞാൻ വേറൊരു പറയാം. ഇപ്പൊ എക്സാമ്പിൾ ഗോഗു റസിനും ചത്താറുണ്ടല്ലോ, വെനം അപ്പോഴേ നിക്കറിപ്പ് എടുക്കും. ഒരു അപ്പാർട്ട്മെന്റ് കയറിട്ട് രണ്ടും കൂടെ മോൻ നോക്കിക്കോ. നീ കയറുന്ന ഞാൻ കയറുന്ന പേടിച്ചേക്കാ രണ്ടും കൂടെ. എന്നിട്ട് വെനം വന്നിട്ട് വെനം റസിനെ എന്റെ ഫോണിലൊന്ന് കളിക്കാമോ? ഈഗിള് വേറൊരു സാധനം ഉണ്ട്. ഈഗിളിന്റെ അത് അന്നത്തത് റസിന്റെ ഏറ്റവും കൂടുതൽ തെറിയൊക്കെ നിന്നിരുന്നോ. പോയി 2 പേരെ കടിക്കും. എന്നിട്ട് പറയാ അത് നിക്കി നമ്മള് വരട്ടെന്ന്. മൂന്നാമത്തെ കയറി അടിക്കും. എന്നിട്ട് 4ത്തെ അടിച്ചിട്ട് 1 HP റസിന് ഓടിക്കയറും. 1 HP ഇട്ടിട്ട് റസിൻ മറ്റേ മെഷീൻ എടുത്ത് തുരൂര ബോഡിക്ക് ഒരു 10 അടി അടിച്ചിട്ട് ചാവൂല. അത് റസിന്റെ വായിരുന്നു 1 ലക്ഷം വരി നിന്റെ ഇനി മേലെ പറഞ്ഞ മാതിരി. ഡ്രീമർ നീ ഒന്ന് വരുന്നുണ്ടോടാ? നീ ഒന്ന് ലാസ്റ്റ് സീൻ 18 ദിവസം മുമ്പ് അതൊന്ന് നടന്ന ഞാനേ എച്ച് ആയിട്ട് കളിക്കാൻ പറ്റില്ലല്ലോ. ഒരു മിനിറ്റ് ഗെയിം ഒന്ന് ഓപ്പൺ ആയിട്ടെ. അയ്യോ ഗൈസ് അതൊക്കെ ഒരു കാലം. പക്ഷെ പൊന്നോ പക്ഷെ എന്ത് രസമായിരുന്നു അറിയാം ആ ടൈമിലൊക്കെ എന്ന് പറഞ്ഞാ ഭയങ്കര കിടിലമായിരുന്നു. ഞാൻ പബ്ജി കളിക്കാൻ തുടങ്ങിയ ആലോചിക്കുക. അന്നത്തെ കാലത്തൊക്കെ ഐഫോൺ എടുക്കുമ്പം ഇൻഷുറൻസ് എടുത്തത് അധികവും മാത്രമായിരിക്കും. പിന്നെ പേടി വരുമല്ലോടാ അത്രയും വിലയുള്ള ഫോണെന്ന് പറഞ്ഞ. ഞാൻ പോയി ഇൻഷുറൻസ് ഒക്കെ എടുത്ത് പിന്നെ അല്ലാതെ പേടിയാവൂലേ? ഇൻഷുറൻസ് എടുക്കുന്നത് ഞാൻ തറയിലിട്ട് ഉരക്കണം ടച്ചിങ്സ് എന്ന് പറഞ്ഞു. അച്ഛനാ വരച്ചത്. കണ്ടുണ്ടോ എടാ നിന്റെ ക്യാമറ 17 Pro Max ഒന്ന് കാണിച്ചേ. ഒരു ബാധുമില്ല ക്യാമറ ഇല്ലടാ. മറ്റേ ലൈവ് ഓക്കെയാണ് എന്റെ ഇപ്പോഴത്തെ മെയിൻ ഫോണ്. എന്റെ മെയിൻ ഫോണ് ഇതാ പഴയ XR ആണോ നമ്മുടെ? എടാ എന്റെ XR അത് മറ്റേ പുഡിൻ ഫുണ്ട് കൊണ്ടുപോടാ. അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലടാ. എനിക്ക് രഞ്ജു ചേട്ടൻ അവന് കൊടുക്കാൻ പറഞ്ഞില്ലേ കോമ്പി കളിക്കാൻ വേണ്ടി. എന്റെ ഇപ്പോഴത്തെ XR ഇതാണ്. ഇതിൽ ഞാൻ ഒരു പോറൽ കൊട്ടില്ല. ഈ പന ടുബോർഗ് അന്ന് ഇരുട്ടത്ത് സിനിമയില് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് കൊണ്ടുപോയി ഇരുട്ടത്തുകൊണ്ട് തറയിട്ട് പൊട്ടിച്ചതാണ്. ഇതിന്റെ പിറകെ പൊട്ടിയത്. ഞാൻ ഇന്നവരെ ഒരു പ്രശ്നം പോലും ഉണ്ടാക്കിയിട്ടില്ല. 8 വർഷം ഉണ്ടായെന്ന് തോന്നുന്നു. ഇപ്പം 8-7 വർഷമായി. 8 വർഷമാണ് 8 വർഷമാണ് 8-7 വർഷമായി. ശരിയാ. ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന ആ ഫോൺ. ബാറ്ററി പോലും ഇതുവരെ മാറിയിട്ടില്ല ഞാൻ. ബാറ്ററി പോലും എത്ര ബാറ്ററി ഹെൽത്ത് ഉണ്ടോ അതിന്? അത് സർവീസാണ് കിടക്കുന്നത്. മാറിയിട്ടില്ല. പക്ഷേ ബാറ്ററി മാറിയില്ല പക്ഷെ സർവീസ് ചെയ്തല്ലോ. ഡീമ ഇപ്പൊ വരും. ഡീമ വാപ്പ് കളിച്ചിട്ട് അപ്പോഴേക്കും വരാൻ